ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് ഞാൻ ഗൾഫിലിന്റെ ഫസ്റ്റ് വിമാനയാത്രയെ കുറിച്ചായിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി തന്നെയാണ്. ഇന്ന് അതിന്റെ ബാക്കി ഞാൻ അവിടെ ചെയ്ത് കാട്ടിയ കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോ ഞാൻ അവിടെ എത്തിയത് ഒരു വെള്ളിയാഴ്ച, ഒരു ഏകദേശം ജുമാഗഡോട് അടുത്തൊരു സമയത്താണ്. അപ്പോ ഫസ്റ്റ് ഡേ കാരണം മുസല്ലൊന്നും ഇല്ലാത്ത കാരണം ജുമാക്ക് പോയപ്പോ പുറത്ത് നമ്മളെ കട്ട വിരിച്ചതിൽ ചൂടത്ത് നിൽക്കേണ്ടി വന്നു. കാലൊക്കെ പൊള്ളിയിട്ട് ഞാനൊരു വിധായി. അങ്ങനെ ആ ജുമാ കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയിട്ട് നൗഫൽക്ക് ഉണ്ടാക്കിയ കറിയും കുബൂസും കൂടി കഴിച്ചു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങി. നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ടപ്പോ ആ സ്ഥലത്തിനെ കുറിച്ചൊന്നും അറിയണമല്ലോ, അത് കാണാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. അത് അജ്മാലിലായിരുന്നു കേട്ടോ. അജ്മാലിലായിരുന്നു റൂം. ഞാൻ വന്നിറങ്ങിയത് ദുബായ് എയർപോർട്ടിലാണെന്നുണ്ടെങ്കിലും റൂം വന്നത് അജ്മാലിലായിരുന്നു. അപ്പൊ ദുബായിൽ നിന്ന് അജ്മാനിക്ക് ഞങ്ങള് കാറിൽ യാത്ര ചെയ്തു. അജ്മാലിലെത്തി. ഞാൻ അജ്മാനിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമ്പോ നൗഫൽഖാന്റെ കുറച്ച് ഉപദേശം ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. പറഞ്ഞ എന്താ വെച്ചാ, പൈസ ഉണ്ടാക്കാനും പൈസ കളയാനും പറ്റിയ രാജ്യമാണ് ദുബായിന്നും. ഈമാനോടെ നടക്കാനാണെങ്കിൽ നല്ല ഈമാനായിട്ട് നടക്കാനും, അല്ലാതെ പിശാദിന്റെ വഴിയിൽ ദുഷിച്ച് നടക്കുകയാണെങ്കിൽ നല്ല ദുഷിച്ച് നടക്കാനും പറ്റിയ രാജ്യമാണ് ദുബായ് എന്ന് മൂപ്പര് പറഞ്ഞത്. അപ്പൊ മൂപ്പര് പറഞ്ഞ ഞാൻ അതേപോലെ മനസ്സിൽ സൂക്ഷിച്ചു. അങ്ങനെ ഏകദേശം ഒരു 2-3 ദിവസം ഞാൻ നൗഫൽഖാന്റെ ഒപ്പം തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നൗഫൽഖാന്റെ ഒപ്പം, നൗഫൽഖാൻ ഡ്രൈവറാണ്. അപ്പോൾ ഞാന് മൂപ്പര് വണ്ടി പോകുമ്പോ ഞാനും പുള്ളിയുടെ ഒപ്പം വണ്ടിയിൽ പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ വണ്ടിയിൽ ഫുജേറയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നൗഷാദ് ഖാൻ പറഞ്ഞ നമ്മളെ ഷിനാസിന്റെയും ഷെയ്സിന്റെ ഒക്കെ ഒപ്പ എന്നെ വിളിച്ച്. അങ്ങനെ ഞാൻ വന്ന് ഇറങ്ങി അന്ന് മുതൽ തന്നെ ജോലിക്കുള്ള ട്രയൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എന്റെ നമ്പറൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൗഷാദ് എനിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞ്, ഇങ്ങനെ അബുദാബി മുസഫയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് തിങ്കളാഴ്ച ഒന്ന് പോയോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഏതായാലും വന്നിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ അല്ല, അതിന് നോ പറഞ്ഞില്ല, ഞാൻ പോവാന്ന് തന്നെ വെച്ച്. അങ്ങനെ ഞാൻ മൂപ്പരോട് ഓക്കെ പറഞ്ഞു. പക്ഷെ അജ്മാനി കിടക്കുന്ന ഞാൻ എങ്ങനെ മുസഫയിൽ എത്തും? അങ്ങനെ ഞാൻ കേട്ടത് മുഫാസ എന്നൊക്കെയാണ്. എനിക്ക് ആ സ്ഥലത്തിന്റെ പേരൊന്നും അറിയാത്ത കാരണം മുഫാസ എന്നൊക്കെയാണ്. ഞാൻ കിങ്ങിനെ വിളിച്ച്, ആരിഫിനെ വിളിച്ച്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അന്ന് അവൻ അബുദാബിയിലാണ്, ആരിഫ് അന്ന് അബുദാബിയിലാണ്. അങ്ങനെ കിങ്ങിനെ വിളിച്ചപ്പോ കിങ് പറഞ്ഞു മുസഫയിലാണ്, കിങ് വേറെ സ്ഥലത്താണ്, എന്തെങ്കിലും ചെയ്തിട്ട് എങ്ങനെയും വായോ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ഇന്റർവ്യൂക്ക് പോവാൻ വേണ്ടിയിട്ട് എങ്ങനെ പോണം, എവിടെ എത്തിപ്പെടണം എന്നൊരു പിടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ ഏകദേശം 8 മിനിറ്റോളായി വീഡിയോ. 8-9 മിനിറ്റ് ആയി. 8-9 മിനിറ്റ് നമുക്ക് റീലിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പകുതി കട്ട് ചെയ്തിട്ട് പകുതി ഇന്നും പകുതി നാളായിട്ട് ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും.